സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി മിൻഡ മറിയം വർഗീസ് നിലയ്ക്കൽ ഭദ്രാസന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കാത്തോലിക്കറ്റ് കോളേജിലെ MA വിദ്യാർത്ഥിയാണ്. ഡിഗ്രിക്ക് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. പ്രിയ മിൻഡയെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുക. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, ഈ ഒരു ചർച്ചാവേദിയുടെ മോഡറേറ്റർ ആയിരിക്കുന്ന ബഹുമാന്യനായ യുഹാനോൻ ജോണച്ചൻ, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, യുവ സുഹൃത്തുക്കളെ, പഴയ നിയമത്തിൽ ഒരു പുസ്തകമുണ്ട്, എസ്തേറിൻ്റെ പുസ്തകം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു പിതാവ് തൻ്റെ മകളോട് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിപ്രകാരമാണ്: നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുമുണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇതിനായിട്ടല്ല നിന്നെ രാജസ്ഥാനത്ത് ആക്കിയിരിക്കുന്നത്. എസ്തേർ എന്ന ഒരു രാജ്ഞിക്കുമപ്പുറം ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്ന ഉത്തരവാദിത്വത്തെ പറ്റിയിട്ട്, അവൾക്ക് അവകാശങ്ങളെപ്പറ്റി സംസാരിക്കുവാനുള്ള ചുമതലകളെ പറ്റിയിട്ട്, ഒപ്പം അവളുടെ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായിട്ട് നിർവഹിക്കുവാൻ എത്രമാത്രം ബോധ്യതയുള്ളവളാവണം അവൾ എന്നത് ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു പിതാവിൻ്റെ വാക്കുകളാണിവ. ഇന്ന് ഓർത്തഡോക്സ് ക്രൈസ്തവ വിഭജന പ്രസ്ഥാനത്തിൻ്റെ അന്തർദേശീയ സമ്മേളനം സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുമ്പോൾ, സ്ത്രീ സംരക്ഷണം എന്നതിലുമപ്പുറം സ്ത്രീ എന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട ബഹുമാനം എന്തെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് നിതിൻ ഇന്നത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പരാമർശിക്കുമ്പോൾ അതിനൊരു ആമുഖം എന്ന രീതിയിൽ സ്ത്രീ ക്രൈസ്തവ ചിന്താഗതിയിൽ എന്താണ്, ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്, ആദിമസഭയിൽ എന്താണ് എന്നും അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്നും സ്ത്രീക്ക് അവളുടെ വ്യക്തിത്വത്തിന് ഒരു ബഹുമാനം കൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. സമൂഹത്തിൽ നിന്ന് അകലേക്ക് മാറ്റി നിർത്തി ഒരു യഹൂദാറാബി ഒരിക്കൽ പോലും സംസാരിക്കുവാൻ പാടില്ലാത്ത ഒരാളെന്ന രീതിയിൽ കണ്ടിരുന്ന സ്ത്രീയോട് ക്രിസ്തു ശമരിയാക്കാരിയായ സ്ത്രീയോട് സംവദിക്കുമ്പോൾ, അതുവരെ സ്ത്രീക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മാറ്റത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്നുള്ളൊരു അകലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവളെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ക്രിസ്തുവിൻ്റെ ആ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദേവാലയ പരിസരത്തായിരിക്കുമ്പോൾ ദീനോറോകൾ ഏറെ കൊടുത്തിരുന്ന പുരുഷ പ്രജകളെക്കാൾ ഉൾപ്പെടെ ഒരു ചെല്ലിക്കാശ് കൊടുത്ത സ്ത്രീയെ ക്രിസ്തു കാണുന്നു. തൻ്റെ ദുർനിമിത്തമാണ് താൻ സമ്പാദിച്ചതെന്ന് സമൂഹം പറയുമ്പോഴും ആ സുഗന്ധലേപനം കൊണ്ട് തൻ്റെ കാലുകൾ കഴുകിയപ്പോൾ അതിനെ ശാസിച്ച ശീമോനെ ശാസിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിയ ശീമോനെ ശാസിക്കുന്ന ക്രിസ്തുവിനെയും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് പരിചിതമാണ്. പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഇതേ പുരുഷ കേസരികൾ തന്നെ കല്ലെറിഞ്ഞോടിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ സ്ത്രീക്ക് കൈത്താങ്ങൽ നൽകുന്നതും ഇതേ ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്, അവൻ്റെ വിരലുകൾ കൊണ്ട് എഴുതപ്പെട്ടതാണ്. ഇത്തരത്തിൽ സ്ത്രീയെ കാണുവാനും സ്ത്രീയുടെ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുവാനും കഴിഞ്ഞ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന രീതിയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ വിഭജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളായി നാം ഇരിക്കുമ്പോൾ സ്ത്രീയെ കാണേണ്ടതും അവളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. പൗലോസ്ലീഹ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ കുറച്ച് ഉപദേശങ്ങൾ കൊണ്ട്, സ്ത്രീക്ക് വേണ്ടി കൊടുത്ത കുറച്ച് ഉപദേശങ്ങൾ കൊണ്ട് അവൾ മൂടുപടം ധരിച്ചിരിക്കേണ്ടവളാണെന്നും മൗനമായിരിക്കേണ്ടവളാണെന്നും വിശകലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതൻ സംസ്കാരത്തിൽ നിന്നൊരു സഭയ്ക്ക് മാത്രമായി എഴുതിയ ലേഖനത്തിലാണ് അപ്രകാരം പറയുന്നത്. ആദിമസഭയിൽ ശമ്മാശന്മാരെ നിയമിച്ചിരിക്കുന്നത് സ്ത്രീകളുടെയും വിധവകളുടെയും സംരക്ഷണത്തിനാണെന്ന് അപ്പോസ്തല പ്രവൃത്തി സാക്ഷിക്കുന്നു. ഒപ്പം തന്നെ ശംശോനോമാർക്കൊപ്പം ശംശോനീത്തോമാരും സഭയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതായും പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ നമ്മെ ബോധവാന്മാരാക്കുന്നു. ഒപ്പം വചനം പഠിക്കേണ്ടത് പുരുഷന്മാർ മാത്രമല്ല, വചനം കേൾക്കേണ്ടത് സ്ത്രീകളും കൂടിയാണെന്ന് മാർത്തയോടും മറിയോടും പറയുന്ന ക്രിസ്തു ദൈവശാസ്ത്ര പഠനത്തിന് സ്ത്രീകളെ പ്രചോദിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. തരത്തിൽ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് പാഠമാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കുടുംബത്തിൽ നിന്നുമാണ് ഒരു സ്ത്രീയുടെ വളർച്ച. മുള്ളിൻ്റെ ശ്രേഷ്ഠതയും ഇലയുടെ ദയനീയാവസ്ഥയും പഠിപ്പിച്ച് നമ്മളുടെ പെൺകുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിലേക്ക് വിടുമ്പോൾ, നാളെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കുഞ്ഞ് ഈ സമൂഹത്തിൻ്റെ നേരെ അല്ലെങ്കിൽ ആരുടെയും നേരെ മുഖമുയർത്തി ഒന്ന് നോക്കുക പോലും എൻ്റെ കുഞ്ഞ് ചെയ്യുകയില്ല എന്ന് അഭിമാനത്തോടെ മാതാപിതാക്കൾ പറയുമ്പോൾ ഒന്ന് മാത്രം ഓർക്കുക, അവർക്ക് നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവർക്ക് നേരെ എന്ത് തരത്തിലുള്ള
പ്രശ്നങ്ങൾ വന്നാലും അതിനോട് ഒരു രീതിയിലുള്ള പ്രതിരോധവും കാണിക്കാതെ അതിനെയെല്ലാം ഏറ്റുവാങ്ങേണ്ട വെറും ഒരു ദയനീയാവസ്ഥയിലേക്കാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. ഈ അടുത്തിടയ്ക്ക് വാട്സപ്പിൽ കണ്ട ഒരു സ്റ്റാറ്റസ് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അടക്കവും ഒതുക്കവുമുള്ള ഒരു പെണ്ണിനെ കെട്ടണം. അതിന് തുടർച്ചയായിട്ട് ഇപ്രകാരം പറയുന്നു, എന്തിനാണ്? അലമാരയിൽ വെക്കാനാണോ? അലമാരയിൽ വെക്കേണ്ട രീതിയിൽ വെറും ഒരു കമോഡിറ്റി ആയിട്ട്, ഒരു വസ്തുവായിട്ട്, ഒരു പ്രദർശന വസ്തു മാത്രമായിട്ട് സ്ത്രീയെ കാണുന്നതും അവളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അധികം ഭീഷണിയാണ്. അടക്കവും ഒതുക്കവും ഉണ്ടാവേണ്ടത് അവളുടെ മനസ്സിൻ്റെ പക്വതയിലാണ്, അല്ലെങ്കിൽ അവളുടെ ചിന്തകളിലാണ്, അവളുടെ കാഴ്ചപ്പാടുകളിലാണ്. ഒരു റിസ്ക് എടുത്താൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിന് ഒരു സ്ത്രീ മുന്നിട്ടിറങ്ങുമ്പോൾ എങ്ങനെയാണ് അവനില്ലാത്ത ഒരു അടക്കവും ഒതുക്കവും അവൾക്ക് മാത്രമായിട്ട് ഈ സമൂഹം കൽപ്പിച്ചു നൽകുന്നത്? കണക്കുകളൊക്കെയുണ്ട്. 912 കൃത്യമായിട്ട് പറഞ്ഞാൽ അതാണ് ഈ 6 മാസമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പീഡന കേസുകളുടെ എണ്ണം. ഇത്തരത്തിലുള്ള പീഡനങ്ങളെ മാനഭംഗ കേസ് എന്ന് പറയുമ്പോൾ എന്തു മാനഭംഗമാണ് ഒരു സ്ത്രീക്കുണ്ടായത്? ഈ മാനഭംഗം ഉണ്ടായത് മനുഷ്യമൃഗമായിട്ടൊരു വിദേശ വനിതയെ മുതൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ പോലും ഒരു ഉപഭോഗ വസ്തു മാത്രമായിട്ട് കാണുന്ന ഇത്തരം മനുഷ്യമൃഗങ്ങളുടെ മാനത്തിന് മാത്രമാണ് ഭംഗം സംഭവിക്കുന്നത്. അല്ലാതെ ഒരു സ്ത്രീയുടെ മാനത്തിന് ഇവിടെ ഒരു ഭംഗവും സംഭവിക്കുന്നില്ല. കമലാ സുരയ്യ പറയുന്നത് പോലെ ഒരു ചെന്നായി നിന്നെ ആക്രമിച്ചു എന്ന് മാത്രം നീ കരുതിയാൽ മതി. നീ ഒരു സോപ്പിട്ട് പോയി നന്നായിട്ട് കുളിക്ക്, നിന്റെ എല്ലാ അശുദ്ധിയും അവിടെ തീരും. അല്ലാതെ ഈ സമൂഹം പറയുന്നത് പോലെ വെറും ഇരയായിട്ട് നിന്നെ നീ തന്നെ പ്രദർശിപ്പിക്കേണ്ട യാതൊരു വിധമായ ആവശ്യം ഇന്നത്തെ ഈ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതായിട്ടില്ല. സ്ത്രീ തന്നെ അവളെ പ്രചോദിപ്പിക്കണം, സ്ത്രീ തന്നെ അവൾക്ക് ഒരു പാഠമാവണം. അല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നാം കാത്തിരിക്കേണ്ട കാര്യമില്ല. മനുസ്മൃതി പറയും പോലെ ശൈശവത്തിൽ പിതാവിൻ്റെയും യൗവനത്തിൽ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൽ മക്കളുടെയും സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു സ്ത്രീക്ക് ഇത്രയേറെ അപമാനം ഈ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഒരു സുരക്ഷിതത്വവും സ്ത്രീക്ക് കൊടുക്കേണ്ട. അവളെ ഒരു മനുഷ്യനായിട്ട്, അവളുടെ വ്യക്തിത്വത്തിന് ഒരു ബഹുമാനം മാത്രം ഈ സമൂഹം നൽകിയാൽ മതി. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ നടന്നു പോയപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇവൻ മശിഹായാണെന്ന്. അതവൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇന്ന് നാം നടന്നു പോകുമ്പോൾ മനുഷ്യമൃഗനെന്നും പീഡകനെന്നും ഒക്കെ പറയുന്നുവെങ്കിൽ നമ്മിൽ ഈ ക്രിസ്തുവിൻ്റെ അംശം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മശിഹ എന്ന് നമ്മളെ വിളിക്കണമെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീയെ ബഹുമാനിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ കഴിയട്ടെ. ഇന്ന് എൻ്റെ സഭ എനിക്ക് നൽകിയ സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവർക്കും നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകട്ടെ, നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ, പുതിയ പുലരെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.